വെൽക്കം ബാക്ക്. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്കും അത്യാവശ്യം നന്നായി ഭാഷ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നവർക്കും എല്ലാം പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 3 വേർബ്സ് ആണ് ബി, ബീയിങ്, ബീൻ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഈ 3 വേർബ്സ് എങ്ങനെ കറക്റ്റായി യൂസ് ചെയ്യാം, എവിടെയെല്ലാം യൂസ് ചെയ്യാം, അതിനെക്കുറിച്ചെല്ലാമാണ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൽ ആവുക അല്ലെങ്കിൽ ആയിരിക്കുക എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒരു വെർബാണ് ബി. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഓർഡർ ആയിരിക്കാം, കമാൻഡ് ആയിരിക്കാം, റിക്വസ്റ്റ് ആയിരിക്കാം, ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം, അഡ്വൈസ് ആയിരിക്കാം. ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൻ്റെ ഒരു പ്രത്യേകത അതിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല എന്നാണ്. സബ്ജക്റ്റ് എപ്പോഴും യു ആണ്. ആരോടാണോ പറയുന്നത് അവർ തന്നെയാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൻ്റെ സബ്ജക്റ്റ്. പക്ഷെ നമ്മളത് നോർമലി മെൻഷൻ ചെയ്യില്ല. ഈ എക്സാമ്പിൾസ് നോക്കൂ. സത്യസന്ധരായിരിക്കും, അതെങ്ങനെയാണ് പറയുന്നത്? ബി ഓണസ്റ്റ്. നമ്മൾ ബി ഉപയോഗിച്ചാണ് ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. യു ബി ഓണസ്റ്റ്, അതാണ് അതിൻ്റെ കറക്റ്റ് ഫോം. പക്ഷെ നമ്മളൊരിക്കലും യു ഇങ്ങനെ മെൻഷൻ ചെയ്യില്ല. ഇമ്പറേറ്റീവ്സ് നമ്മൾ ആ വെർബ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ സത്യസന്ധരായിരിക്കൂ. നല്ലവരായിരിക്കാൻ ബി ഗുഡ്. ദയവുള്ളവരായിരിക്കാൻ ബി കൈൻഡ്. അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക, കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് പറയും? ബി കെയർഫുൾ. എല്ലാവരോടും മാന്യമായി പെരുമാറുക, ആളുകളോട് ബഹുമാനത്തോടെ നല്ല രീതിയിൽ പെരുമാറുന്നതിന് നമുക്ക് എന്ത് പറയാം? ബി പൊളൈറ്റ്. ബി പൊളൈറ്റ് ടു എവറി വൺ, അല്ലെങ്കിൽ ബി പൊളൈറ്റ് ടു ഓൾ പീപ്പിൾ. ബി പൊളൈറ്റ് ടു ഓൾ എന്ന് പറഞ്ഞാൽ പോരാ, ഓൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം പീപ്പിൾ ഉപയോഗിക്കണം. എവറി വൺ ആണെങ്കിൽ പിന്നെ നമുക്ക് പീപ്പിൾ അതൊന്നും ആവശ്യമില്ല. ബി പൊളൈറ്റ് ടു എവറി വൺ അങ്ങനെ പറഞ്ഞാൽ മതി. പൊളൈറ്റിന് ശേഷം യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ടു ആണ് കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ആവുക അല്ലെങ്കിൽ ആയിരിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ബി യൂസ് ചെയ്യുന്നത്. ആവരുത് അല്ലെങ്കിൽ ആയിരിക്കരുത് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുക ഡോൺ ബി ആണ്. ഡോൺ ബി ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് തന്നെയാണ്. എപ്പോഴും ഡോൺ ബി തന്നെ ഉപയോഗിക്കണം. ഡസൻ ബിയോ ഡിഡിൻ ബിയോ അതൊന്നുമില്ല. കാരണം ഇമ്പറേറ്റീവ്സിന്റെ സബ്ജക്റ്റ് എപ്പോഴും യു ആണ്. ഇത്ര ശ്രദ്ധയില്ലാതെ ആവരുത്. കെയർഫുൾ ആവണം എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ബി കെയർഫുൾ. കെയർലെസ് ആവരുത് എന്ന് പറയാൻ ഡോൺ ബി സോ കെയർലെസ്. ഇമ്പറേറ്റീവ്സിലെ ഇങ്ങനെ ആവരുത് എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ കൂടെ ഒരു സോ ഉപയോഗിക്കാറുണ്ട്. ഇത്ര ആ ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ സോ യൂസ് ചെയ്യുന്നത് ഇവിടെ. ഡോൺ ബി കെയർലെസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാതെ ആവരുത് എന്ന് മാത്രമാണ്. ഇത്ര ശ്രദ്ധയില്ലാതെ ആവരുത് എന്ന മീനിങ്ങിന് വേണ്ടിയാണ് നമ്മളവിടെ സോ ആഡ് ചെയ്യുന്നത്. ഇത്ര മണ്ടനാവരുത് അല്ലെങ്കിൽ മണ്ടിയാവരുത്, അതെങ്ങനെയാണ് പറയുന്നത്? ഡോൺ ബി സോ ഫൂളിഷ്. സില്ലി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. സില്ലി എന്ന് പറഞ്ഞാൽ കാര്യഗൗരവം ഇല്ലാത്തത് എന്നർത്ഥം. ഡോൺ ബി സോ ഫൂളിഷ്. ഇത്ര പരുഷമായി പെരുമാറരുത്, അതെങ്ങനെയാ പറയുന്നത്? ഡോൺ ബി സോ റൂഡ്. ഇത്ര പരുഷമായി പെരുമാറരുത്. ഇത്ര സ്വാർത്ഥനാവരുത്. ഡോൺ ബി സോ സെൽഫിഷ്. ഇമ്പറേറ്റീവ് സെന്റൻസസിൽ ബി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ സെന്റൻസസിലെല്ലാം നോക്കിയത്. ബിക്ക് ഇത് മാത്രമല്ല ഒരു യൂസ് ഉള്ളൂ. 5 പ്രൈമറി ഓക്സിലറി വേർബ്സ് വരുന്ന ഒരു ഫാമിലിയുടെ പേര് കൂടിയാണ് ബി. ഈ പ്രൈമറി ഓക്സിലറീസ് ഈസ്, ആം, ആർ, വാസ്, വർ. ബി എന്ന ഫാമിലിയിൽ വരുന്ന ഓക്സിലറീസ് ആണ് ഈ 5 എണ്ണം. ബി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ബി എന്ന വെർബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മറ്റു പല സാഹചര്യങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈസ്, ആം, ആർ, വാസ്, വർ ഇതിൽ ഏതെങ്കിലും ഒരു വെർബായിരിക്കും. അപ്പൊ ബി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണം. അത് ബി തന്നെ ആവണമെന്നില്ല. ഒരു പക്ഷേ നമ്മൾ പറയുന്നത് ഈസ്, ആം, ആർ ആ വെർബ്സിൽ ഏതെങ്കിലും ഒന്നിനെ ആയിരിക്കും എന്നുള്ളത്. ഈസ്, ആം, ആർ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഈസ് ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. സിംഗുലർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന നൗൺ. ആർ ഉപയോഗിക്കുന്നത് പ്ലൂരൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. പ്ലൂരൽ എന്ന് പറയുമ്പോൾ ഒന്നിലധികം വ്യക്തികളെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കുന്ന നൗൺസിനാണ് നമ്മൾ പ്ലൂരൽ നൗൺസ് എന്ന് പറയുന്നത്. ആം ഉപയോഗിക്കുന്നത് ഐയുടെ കൂടെയാണ്. പാസ്റ്റ് ടെൻസിലാവുമ്പോൾ ഐയുടെ കൂടെ ഉപയോഗിക്കാൻ സ്പെഷ്യൽ വെർബൊന്നുമില്ല. സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുക വാസാണ്. ഐയുടെ കൂടെയും നമ്മൾ വാസ് തന്നെയാണ് യൂസ് ചെയ്യുക. പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വേർ ആണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഈസ്, ആം, ആർ, വാസ്, വർ ഇത് 5ഉം ബിയുടെ ഫോംസ് ആണ്. പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ബിയുടെ ഫോമായി നമ്മൾ യൂസ് ചെയ്യുന്നത് ബി അല്ല, ഈസ്, ആം, ആർ, വാസ്, വർ ഇതിൽ ഏതെങ്കിലും ഒരു വെർബായിരിക്കും. ഈ എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. അവൾ ഒരു ഡോക്ടറാണ്. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അവൾ, ഷീ. ആണ്, ഈസ്, ആം, ആർ ഈ 3 വെർബിൻ്റെയും അർത്ഥം ആണ് എന്നാണ്. വാസ്, വർ ഈ 2 വെർബ്സിൻ്റെയും അർത്ഥം ആയിരുന്നു എന്നാണ്. അവൾ ഒരു ഡോക്ടറാണ്. ഷീ ഈസ് എ ഡോക്ടർ. ഇവിടെ ഈസ് ഉപയോഗിക്കാൻ കാരണം അറിയാലോ. സബ്ജക്റ്റ് ഷീ എന്ന സിംഗുലർ പ്രൊനൗൺ ആണ്. സിംഗുലർ പ്രൊനൗൺസിൻ്റെ കൂടെ നമ്മൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറിയാണ് ഈസ്. എനിക്ക് വിശപ്പുണ്ട്. നമ്മളിതിൻ്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല പറയുന്നത്. എനിക്ക് വിശപ്പുണ്ട് എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഹാവ് ആണ് ഇംഗ്ലീഷിൽ. പക്ഷേ എനിക്ക് വിശപ്പുണ്ട് എന്നതിന് ഐ ഹാവ് ഹങ്കർ എന്നല്ല ഇംഗ്ലീഷിൽ പറയുക. അതിന് പകരം ഐ ആം ഹംഗ്രി എന്നാണ് പറയുക.
അതുപോലെ തന്നെ ദാഹം ഉണ്ടെങ്കിൽ ഐ ആം തേഴ്സ്റ്റി എന്ന് വേണം പറയാൻ, ഐ ഹാവ് തേഴ്സ്റ്റ് എന്ന് പറയരുത്. അത് ഓരോ ഭാഷയിലെയും ഓരോ കൺവെൻഷൻസ്, അങ്ങനെ നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും പറയാൻ സാധിക്കില്ല. നമ്മൾ മലയാളത്തിൽ പറയുന്നത് എനിക്ക് വിശപ്പുണ്ട് എന്നാണ്, പക്ഷെ ഇംഗ്ലീഷിൽ പറയുന്നത് എനിക്ക് വിശപ്പുണ്ട് എന്നല്ല, ഐ എം ഹംഗ്രി എന്നാണ്. ഐ എം ഹംഗ്രി എന്ന് പറഞ്ഞാൽ ഞാൻ വിശന്നാണ് ഇരിക്കുന്നത് എന്നർത്ഥം. അവൾ ഒരു നല്ല സുഹൃത്താണ്. അവൾ, ഷീ. നല്ല സുഹൃത്ത്, ഗുഡ് ഫ്രണ്ട്. ഷീ ഈസ് എ ഗുഡ് ഫ്രണ്ട്. ഇവിടെ എ ഉപയോഗിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു സിംഗുലാർ നൗൺ ആണ്, കൗണ്ടബിളും ആണത്. ഒരു സിംഗുലാർ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ നമുക്ക് എപ്പോഴും ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ മറ്റൊരു പൊസസീവോ വേറെ ഏതെങ്കിലും ഒരു ഡിറ്റർമിനറോ വേണം. പൊസസീവ്സ് എന്ന് പറയുമ്പോൾ ഹിസ്, ഹെർ, മൈ, യുവർ, അത് അത്തരം വാക്കുകൾക്കാണ് നമ്മൾ പൊസസീവ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റീവ്സ് ഒരു തരം ഡിറ്റർമിനേഴ്സ് ആണ്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, ഇതെല്ലാം ഡെമോൺസ്ട്രേറ്റീവ്സ് ആണ്. ഒരു സിംഗുലാർ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ നമുക്ക് എപ്പോഴും ഒന്നുകിൽ ഒരു ആർട്ടിക്കിൾ വേണം, അല്ലെങ്കിൽ ഒരു പൊസസീവോ അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേറ്റീവോ, ദിസ്, ദാറ്റ്, അതിലേതെങ്കിലും ഒന്ന് വേണം. നമുക്ക് ഷീ ഈസ് ഗുഡ് ഫ്രണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇംഗ്ലീഷിൽ ഷീ ഈസ് എ ഗുഡ് ഫ്രണ്ട് എന്ന് തന്നെ വേണം പറയാൻ. എ എന്ന ആർട്ടിക്കിൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ എ യൂസ് ചെയ്യുന്നത്. ഷീ ഈസ് എ ഗുഡ് ഫ്രണ്ട്. അവർ സഹോദരന്മാരാണ്. ദേ ആർ ബ്രദേഴ്സ്. ഇവിടെ നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, കാരണം ബ്രദേഴ്സ് എന്നത് ഒരു പ്ലൂറൽ നൗൺ ആണ്. പ്ലൂറൽ നൗൺസിന്റെ കൂടെ നമ്മൾ പൊതുവെ ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. പൊതുവെ യൂസ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച്, ഏതെങ്കിലും പ്രത്യേക വ്യക്തികളെ കുറിച്ചോ വസ്തുക്കളെ കുറിച്ചോ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പ്ലൂറൽ നൗൺസിന്റെ കൂടെയും ദ ഉപയോഗിക്കും. ആർ ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ദേ ആണ്, അതൊരു പ്ലൂറൽ പ്രൊനൗൺ ആണ്. അവൻ ക്ഷീണിതനായിരുന്നു. അവൻ, ഹി. ആയിരുന്നു, നേരത്തെയുള്ള എക്സാമ്പിൾസിലെല്ലാം നമ്മൾ പറഞ്ഞത് ആണ് എന്നാണ്. ആണ് എന്ന് പറയാൻ നമ്മൾ ഈസ്, ആം, ആർ ഈ 3 ഓക്സിലറീസിൽ ഏതെങ്കിലും ഒന്നാണ് യൂസ് ചെയ്യുക. ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വാസ് അല്ലെങ്കിൽ വേർ ആണ്. വാസ് ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്, വേർ ഉപയോഗിക്കുന്ന പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്. ഹി ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുക ഏത് ഓക്സിലറി യൂസ് ചെയ്യുക? വാസ് ആണ് ഉപയോഗിക്കുക. ഹി വാസ് ടയേർഡ്. അവൻ ക്ഷീണിതനായിരുന്നു. അവർ ദുഃഖിതരായിരുന്നു. ദേ വർ അൺഹാപ്പി അല്ലെങ്കിൽ ദേ വർ സാഡ്. അത് ശരിയല്ല. അത് ശരിയാണ് എന്ന് പറയുന്നത് എങ്ങനെയാ? ഇറ്റ് ഈസ് റൈറ്റ്. അത് ശരിയല്ല എന്ന് പറയാൻ ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. പ്രൈമറി ഓക്സിലറി വേർബ്സിന്റെ നെഗറ്റീവ് ഫോം ഉണ്ടാക്കാൻ നമ്മൾ അതിന് ശേഷം നോട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇറ്റ് ഈസ് റൈറ്റ് എന്നത് അഫർമേറ്റീവ് ഫോം ആണ്. ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് എന്നത് നെഗറ്റീവ് ഫോം ആണ്. അവൾക്ക് ദാഹമുണ്ട്. ഞാൻ നേരത്തെ വിശപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഷീ ഹാസ് തേഴ്സ്റ്റ് എന്നല്ല പറയേണ്ടത്. ദാഹം ഉണ്ട് എന്നതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ അതാണ്, ഷീ ഹാസ് തേഴ്സ്റ്റ് എന്നാണ്. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ ഷീ ഹാസ് തേഴ്സ്റ്റ് എന്ന് പറയില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഷീ ഈസ് തേഴ്സ്റ്റി എന്നാണ്. ഈസിന് ശേഷം ഒരു അഡ്ജക്റ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷീ ഈസ് തേഴ്സ്റ്റി. അവൾക്ക് ദാഹം ഉണ്ട്. അവൾക്ക് ദാഹം ഉണ്ടായിരുന്നു. ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മളവിടെ ഈസ് ഉപയോഗിച്ചു. ഉണ്ടായിരുന്നു പാസ്റ്റ് ആണ്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് പറയുന്നത്? ഷീ വാസ് തേഴ്സ്റ്റി. അവൾക്ക് ദാഹം ഉണ്ടായിരുന്നു. അവൾക്ക് ദാഹം ഉണ്ടാവും. ഭാവിയിൽ അവൾക്ക് ദാഹം ഉണ്ടാവും എന്നാണ് പറയേണ്ടത്. ഈസ്, ആം, ആർ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിലാണെന്ന് പറഞ്ഞു. വാസും വേറും നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിലാണ്. ഇനി ഫ്യൂച്ചർ ടെൻസിൽ ഈ ഐഡിയ എക്സ്പ്രസ് ചെയ്യാനായി ഇംഗ്ലീഷിൽ വേർബ്സ് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആശയം അവതരിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു മോഡാൽ ഓക്സിലറി വെർബിന് ശേഷം ബി ഉപയോഗിച്ചിട്ടാണ്. മോഡാൽ വെർബ്സ് ഏതെല്ലാമാണെന്ന് അറിയാമല്ലോ. ബിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷോൾ, ഷുഡ്, മസ്റ്റ്, ഓട്ട്, നീഡ്, ഇതെല്ലാം മോഡാൽ ഓക്സിലറി വെർബ്സ് ആണ്. ഇങ്ങനെ മോഡാൽസിന് ശേഷം ബി ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുക. ആവും, ആയിരിക്കും, ആവണം, ആയേനെ, ആവേണ്ടതാണ്, ഇത്തരം ഐഡിയാസ് എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ നമ്മളൊരു മോഡാൽ ഓക്സിലറി വെർബിന് ശേഷം ബി ഉപയോഗിക്കുകയാണ് ചെയ്യുക. അവൾക്ക് ദാഹം ഉണ്ടാവും എന്നെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഷീ വിൽ ബി തേഴ്സ്റ്റി. അവൾക്ക് ദാഹം ഉണ്ടാവും. ബിക്ക് മുന്നിൽ ഉപയോഗിക്കുന്ന മോഡലിനനുസരിച്ച് ഇതിൻ്റെ മീനിങ് മാറിക്കൊണ്ടിരിക്കും. ഷീ മസ്റ്റ് ബി തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൾക്ക് ദാഹം ഉണ്ടായിരിക്കണം എന്നാണ്. ഷീ ഷുഡ് ബി തേഴ്സ്റ്റി എന്ന് പറയുമ്പോഴും ഏകദേശം സെയിം തന്നെയാണ് മീനിങ്. ഷീ വിൽ ബി തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ അവൾക്ക് ദാഹം ഉണ്ടാവും. നമ്മൾ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വില്ല് യൂസ് ചെയ്യുന്നത്. ആണ് എന്ന അർത്ഥത്തിൽ നമ്മൾ പ്രസന്റ് ടെൻസിലെ ഈസ്, ആം, ആർ ഈ 3 പ്രൈമറി ഓക്സിലറീസിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കും. ആയിരുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ പാസ്റ്റ് ടെൻസിൽ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കും. ആവും അല്ലെങ്കിൽ ആവണം, ആയിരിക്കണം ഈ മീനിങ്സ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു മോഡൽ വെർബിന് ശേഷം ബി ഉപയോഗിക്കുകയാണ് ചെയ്യുക. ആവും എന്ന് പറയാൻ നമ്മൾ വിൽ ബി യൂസ് ചെയ്യും.
ഷീ വിൽ ബി തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ അവൾക്ക് ദാഹം ഉണ്ടാവും എന്നർത്ഥം. ഷീ വിൽ ബി ടയേർഡ് എന്ന് പറയുമ്പോൾ അവൾക്ക് ക്ഷീണം ഉണ്ടാവും. ഷീ വിൽ ബി സാഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൾ ദുഃഖിതയാവും. അവർ സമ്പന്നരാണ്, ആണ്. ദേ ആർ സമ്പന്നര്, റിച്ച്. ദേ ആർ റിച്ച്. അവർ സമ്പന്നരായിരുന്നു, ആയിരുന്നു. പാസ്റ്റിൽ അങ്ങനെ ആയിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി ഏതാണ്? വേർ ആണ്. വാസ് ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ദേ വേർ റിച്ച്. അവർ സമ്പന്നരാകും, ആവും എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ആവും എന്ന് പറയാൻ ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഓക്സിലറി വെർബ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു മോഡലിന് ശേഷം ബി ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇവിടെ ആവും എന്ന് പറയാൻ നമ്മൾ വില്ലിന് ശേഷമാണ് ബി യൂസ് ചെയ്യുന്നത്. ദേ വിൽ ബി റിച്ച്. അവർ സമ്പന്നരാവും. എനിക്ക് തെറ്റു പറ്റിയിട്ടുണ്ടാവാം. ആവും എന്നല്ല പറയുന്നത്, ആവാം എന്നാണ്. സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി മേ അല്ലെങ്കിൽ മൈറ്റ് ആണ്. എനിക്ക് തെറ്റു പറ്റിയിട്ടുണ്ടാവാം. ഐ മേ ബി റോങ്. ഞാൻ ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റായിരിക്കാം എന്നാണ് ഈ സെന്റൻസിന് അർത്ഥം. ഐ മേ ബി റോങ്. പോസിബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, സാധ്യതകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ മേ ഉപയോഗിക്കുന്നത്. വിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രെഡിക്റ്റ് ചെയ്യാനാണ്, അങ്ങനെ ആവും എന്ന് പറയാനാണ്. മേ ഉപയോഗിക്കുന്നത് ആവാം, അങ്ങനെ ആയിരിക്കാം, ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ മേ യൂസ് ചെയ്യുന്നത്. മൈറ്റ് ഉപയോഗിക്കുന്നതും അതേ മീനിങ്ങിൽ തന്നെയാണ്. പക്ഷെ മേ കൂടുതൽ സാധ്യതയെ സൂചിപ്പിക്കുമ്പോൾ മൈറ്റ് വളരെ കുറച്ച് സാധ്യതയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതൊരു ഫോക്സ് ആയിരിക്കാം, നമുക്ക് ഉറപ്പില്ല, പക്ഷെ നമുക്ക് തോന്നുന്നു അതൊരു ഫോക്സ് ആയിരിക്കാം എന്ന്. ആയിരിക്കാം. നമുക്ക് മേ യൂസ് ചെയ്യാം, മൈറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തുപയോഗിക്കാം? കുഡ് ഉപയോഗിക്കാം. ഇറ്റ് മേ ബി എ ഫോക്സ് എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ ഒരു 50% സാധ്യതയുണ്ട് അതൊരു ഫോക്സ് ആവാൻ എന്നർത്ഥം. ഇറ്റ് മൈറ്റ് ബി എ ഫോക്സ് എന്ന് പറയുമ്പോൾ അത് ഫോക്സ് ആവാനുള്ള സാധ്യത കുറവാണ്, പക്ഷെ ഇല്ലായികയില്ല. നമുക്ക് കുഡ് ഉപയോഗിക്കാം. ഇറ്റ് കുഡ് ബി എ ഫോക്സ്. ഇവിടെ എല്ലാം നമ്മൾ മോഡൽ വെർബ്സിന് ശേഷം ആയിരിക്കാം എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബി ആണെന്ന് ശ്രദ്ധിക്കുക. ബി ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇറ്റ് കുഡ് എ ഫോക്സ് എന്ന് പറഞ്ഞാൽ ഈ മീനിങ് വരില്ല. ആവും, ആയിരിക്കാം, ആവണം, ആയേനെ, ഈ മീനിങ്സ് എല്ലാം കിട്ടുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മോഡൽ വെർബിന് ശേഷം നമ്മൾ ബി ഉപയോഗിക്കണം. അവൾ നാളെ തിരിച്ചു വരേണ്ടതാണ്. അവൾ, ഷീ, നാളെ തിരിച്ചു വരേണ്ടതാണ്. നമ്മൾ അസ്യൂം ചെയ്യാണ്, ഊഹിച്ച് പറയുകയാണ്. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന മോഡൽ വെർബ് ഷുഡ് ആണ്. ഷീ ഷുഡ് ബി ബാക്ക് ടുമോറോ. അവൾ നാളെ തിരിച്ചു വരേണ്ടതാണ്. ഷീ ഷുഡ് ബി ബാക്ക്. തിരിച്ചു വരുന്നതിന് പറയുന്നതാണ് ബാക്ക്. ഞാൻ 12 മുട്ട വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചിട്ടുണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. നമ്മൾ ഈ ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഞാൻ 12 മുട്ട വാങ്ങിച്ചിട്ടുണ്ട്. ഐ, വാങ്ങിക്കുക, ബൈ. അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം എന്താണ്? ഹാവ് ബോട്ട്. ബൈയുടെ V3 ആണ് ബോട്ട്. ഐ ഹാവ് ബോട്ട് 12 eggs. ഞാൻ 12 മുട്ട വാങ്ങിച്ചിട്ടുണ്ട്. ഹാവ് ഉപയോഗിക്കാൻ കാരണം അറിയാലോ, സബ്ജക്റ്റ് ഐ ആണ്. ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് ആണ്. ഹാസ് ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഐ ആക്ച്വലി സിംഗുലർ സബ്ജക്ട് തന്നെയാണ്, സിംഗുലർ പ്രൊനൗൺ ആണ്. പക്ഷെ ഐ അല്പം സ്പെഷ്യൽ ആണ്. പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർബ്സ് ആണ് പൊതുവെ നമ്മൾ ഐയുടെ കൂടെ യൂസ് ചെയ്യുക. ചില എക്സെപ്ഷൻസ് ഉണ്ട്. പാസ്റ്റ് ടെൻസിൽ നമ്മൾ വാസ് ആണ് ഉപയോഗിക്കുന്നത് ഐയുടെ കൂടെ. വാസ് സാധാരണ നമ്മൾ സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വെർബാണ്. ഐയുടെ കൂടെയും പാസ്റ്റ് ടെൻസിലും വാസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ പൊതുവെ ഐയുടെ കൂടെ നമ്മൾ പ്ലൂറൽ വേർബ്സ് ആണ് യൂസ് ചെയ്യാറ്. ഐ ഹാവ് ബോട്ട് 12 eggs. ഞാൻ 12 മുട്ട വാങ്ങിച്ചിട്ടുണ്ട്. അത് മതിയാവും, ആവശ്യത്തിന് തികയും എന്നാണ് പറയേണ്ടത്. അതെങ്ങനെയാ പറയുന്നത്? ദാറ്റ് ഷുഡ് ബി ഇനഫ്. അത് മതിയാവും, അത് തികയും. ദാറ്റ് ഷുഡ് ബി ഇനഫ്. അടുത്ത ആഴ്ച സമരം ഉണ്ടായേക്കാം. ഉണ്ടായേക്കാം, അതാണ് നമുക്ക് പറയേണ്ടത്. മേ യൂസ് ചെയ്യാം, മൈറ്റ് യൂസ് ചെയ്യാം. ദർ മേ ബി എ സ്ട്രൈക്ക് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഒരു സമരം ഉണ്ടായിരിക്കാം. ദർ മേ ബി എ സ്ട്രൈക്ക് നെക്സ്റ്റ് വീക്ക്, അല്ലെങ്കിൽ ദർ മൈറ്റ് ബി എ സ്ട്രൈക്ക് നെക്സ്റ്റ് വീക്ക്. മേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സാധ്യത കൂടുതലാണ്. മൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സാധ്യത കുറവാണ്. അവൻ രാവിലെ മുതൽ ജോലി ചെയ്യുകയാണ്. അവൻ ജോലി ചെയ്യാൻ തുടങ്ങിയത് രാവിലെയാണ്. ഇപ്പോഴായി സംസാരിക്കുന്ന സമയം വരെയും ആ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിന്റെ ഫോം അറിയാമോ? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം. അവൻ രാവിലെ മുതൽ ജോലി ചെയ്യുകയാണ്. ഹി ഹാസ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. അവൻ രാവിലെ മുതൽ, രാവിലെ മുതൽ എന്ന മീനിങ്ങിലാണ് നമ്മളിവിടെ സിൻസ് മോർണിംഗ് എന്ന് പറയുന്നത്. ഹി ഹാസ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. അവൻ 2 മണിക്കൂറായി ജോലി ചെയ്യുകയാണ് എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ഹി ഹാസ് ബീൻ വർക്കിംഗ് ഫോർ 2 hours എന്നാണ്. 2 മണിക്കൂറിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്തത് 4 ആണ്. പക്ഷെ രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ എന്നെല്ലാം പറയാൻ നമ്മൾ യൂസ് ചെയ്യുക സിൻസ് ആണ്. ഹി ഹാസ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. അവൻ രാവിലെ മുതൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവന് ക്ഷീണം ഉണ്ടായിരിക്കും, അല്ലെ? അവൻ ക്ഷീണിതനാവണം. അതെങ്ങനെയാണ് പറയുന്നത്? നമുക്ക് ഉറപ്പില്ല, പക്ഷെ
ഇത്ര നേരം രാവിലെ മുതൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ക്ഷീണം ഉണ്ടാകും എന്നത് കോമൺ സെൻസ് ആണ്. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ അസ്യൂം ചെയ്യാണ്, ഊഹിച്ചു പറയുകയാണ്. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന മോഡൽ വെർബാണ് മസ്റ്റ്. ഹി മസ്റ്റ് ബി ടയേർഡ്. അവൻ ക്ഷീണം ഉണ്ടായിരിക്കും, അവൻ ക്ഷീണം ഉണ്ടാവേണ്ടതാണ് എന്നർത്ഥം. നിർബന്ധമല്ല സൂചിപ്പിക്കുന്നത് അവരുടെ റൂമിൽ ലൈറ്റ് ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്നെല്ലാം പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ദർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. ദർ ഈസ് ലൈറ്റ് ഇൻ ദെയർ റൂം എന്ന് പറഞ്ഞാൽ അവരുടെ റൂമിൽ ലൈറ്റ് ഉണ്ട് എന്നർത്ഥം. അവരുടെ റൂമിൽ ലൈറ്റ് ഇല്ല എന്നതിന് നമുക്ക് ദർ ഈസ് നോ ലൈറ്റ് ഇൻ ദെയർ റൂം എന്ന് പറയാം. അല്ലെങ്കിൽ ദർ ആറിൻറ്റ് എനി ലൈറ്റ്സ് ഇൻ ദെയർ റൂം, അങ്ങനെയും പറയാവുന്നതാണ്. ദർ ഈസ് നോ ലൈറ്റ് ഇൻ ദെയർ റൂം, അവരുടെ റൂമിൽ ലൈറ്റ് ഇല്ല. അവർ ഉറങ്ങുകയായിരിക്കണം, അതെങ്ങനെയാ പറയുന്നത്? ദേ മസ്റ്റ് ബി അസ്ലീപ് അല്ലെങ്കിൽ ദേ മസ്റ്റ് ബി സ്ലീപ്പിംഗ്. രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ദേ മസ്റ്റ് ബി സ്ലീപ്പിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദേ മസ്റ്റ് ബി അസ്ലീപ് എന്ന് പറയാം. നമ്മളിവിടെ ഊഹിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആയിരിക്കാം, ആയിരിക്കണം, ഈ മീനിങ്ങിലെല്ലാമാണ് നമ്മൾ മസ്റ്റ് ബി യൂസ് ചെയ്യുന്നത്. അവൾ കള്ളം പറയുകയാണ്. ഷീ ഈസ് ലൈൻ. ആണ് എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ഈസ് ഉപയോഗിക്കുന്നത്. ഷീ ഈസ് ലൈൻ. അവൾ കള്ളം പറയുകയായിരുന്നു. ഷീ വാസ് ലൈൻ. അവൾ കള്ളം പറയുകയായിരുന്നു. അവൾ പറയുന്നത് കള്ളമായിരിക്കണം. അതെങ്ങനെയാ പറയുന്നത്? ഷീ മസ്റ്റ് ബി ലൈൻ. അവൾ പറയുന്നത് കള്ളമായിരിക്കണം. നമ്മൾ അസ്യൂം ചെയ്യാണ്, അനുമാനിക്കുകയാണ്. അവൾ പറയുന്നത് എന്തായാലും അത് കള്ളമായിരിക്കുമെന്ന് നമ്മൾ അനുമാനിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ മസ്റ്റ് ബി ഉപയോഗിക്കുന്നത്. ഷീ മസ്റ്റ് ബി ലൈൻ. ബിയുടെ മറ്റൊരു യൂസ് അത് പാസീവ് വെർബ് ഫോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇംപറേറ്റീവ് സെന്റൻസസിൽ നമ്മൾ ബി യൂസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും നമ്മൾ ബി അങ്ങനെ യൂസ് ചെയ്യില്ല. അതിന് പകരം ബിയുടെ ഫോംസ് ആയ ഈസ്, ആം, ആർ, വാസ്, വേർ ഇതിലേതെങ്കിലും ഒന്നാണ് യൂസ് ചെയ്യുക. ഫ്യൂച്ചർ ടെൻസിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഊഹിച്ചു പറയുന്നതിന് വേണ്ടിയെല്ലാം നമ്മളൊരു മോഡൽ വെർബിന് ശേഷം ബി ഉപയോഗിക്കുകയാണ് ചെയ്യുക. പാസീവ് വെർബ് ഫോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും നമ്മൾ ബി യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ അവളോട് പറയണം. വി ഷുഡ് ടെൽ ഹർ. ഇതിന്റെ പാസീവ് വെർബ് ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആക്റ്റീവ് വോയിസിലുള്ള ഒബ്ജക്റ്റ് ഏതോ അതാണ് പാസീവ് വോയിസിലുള്ള സബ്ജക്റ്റ് ആയിട്ട് വരിക. അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഹർ ആണ്, അവളാണ്. നമ്മളതിനെ സബ്ജക്റ്റ് ആക്കി മാറ്റുമ്പോൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈ ഹെറിനെ നമുക്ക് സബ്ജക്റ്റ് ആക്കി മാറ്റണം. അപ്പോൾ പിന്നെ നമ്മൾ ഹെർ എന്നല്ല യൂസ് ചെയ്യുക, ഷീ എന്നാണ് യൂസ് ചെയ്യുക. വി ഷുഡ് ടെൽ ഹെർ എന്നതിന്റെ പാസീവ് ഫോം ഷീ ഷുഡ് ബി ടോൾഡ് എന്നതാണ്. ഇവിടെ നമ്മൾ ഷുഡ് ബിക്ക് ശേഷം ഉപയോഗിച്ചത് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, V3 ആണ്. ഇങ്ങനെ ഷുഡ് ബിക്ക് ശേഷം അല്ലെങ്കിൽ വിൽ ബിക്ക് ശേഷം കുഡ് ബിക്കൊക്കെ ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ അവിടുത്തെ മീനിങ് പാസീവ് ആണ്. നമ്മൾ പാസീവ് വോയിസിലാണ് ഇത്തരം സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാറ്. വി ഷുഡ് ടെൽ ഹെർ, ഷീ ഷുഡ് ബി ടോൾഡ്. പാസീവ് വെർബ് ഫോംസ് എപ്പോഴും നമ്മൾ V3 ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഷുഡ് ടെൽ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ഷുഡ് ബി ടോൾഡ് എന്നത്. അവർ അവനെ ഡിസ്മിസ് ചെയ്തേക്കാം, ഉറപ്പില്ല, പക്ഷെ സാധ്യതയുണ്ട്. ദേ മേ ഡിസ്മിസ് ഹിം, അല്ലെങ്കിൽ എന്ത് പറയാം? ദേ മൈറ്റ് ഡിസ്മിസ് ഹിം. അതിന്റെ പാസീവ് ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുക? ആക്റ്റീവ് വോയിസിലുള്ള ഒബ്ജക്റ്റ് ഏതോ അതാണ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ ഹിം ആണ് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ്. നമ്മൾ ഇനി പാസീവ് വോയിസിലേക്ക് ഇതിനെ മാറ്റുമ്പോൾ ആ ഹിമ്മിനെയാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഹിം നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ സബ്ജക്റ്റ് ഫോം ഹി, അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. ഹി മേ ബി ഡിസ്മിസ്ഡ് ബൈ ദം. അതിന്റെ ആവശ്യമില്ല, അവൻ ഡിസ്മിസ് ചെയ്യപ്പെട്ടേക്കാം. ഹി മേ ബി ഡിസ്മിസ്ഡ്. മേ ഡിസ്മിസ് എന്നതിന്റെ പാസീവ് ഫോം ആണ് മേ ബി ഡിസ്മിസ്ഡ്. കള്ളം പറഞ്ഞതിന് അവൻ ശിക്ഷിക്കപ്പെടണം. ഹി ഷുഡ് ബി പണിഷ്ഡ്. കള്ളം പറഞ്ഞതിന് ഫോർ ലൈൻ. ഹി ഷുഡ് ബി എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹി മസ്റ്റ് ബി എന്ന് ഉപയോഗിക്കാം. ഷുഡിന്റെയും മസ്റ്റിന്റെയും മീനിങ് ഏകദേശം സെയിം തന്നെയാണ്. മസ്റ്റ് ഷുഡിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആണ്, കുറച്ചുകൂടി ഫോഴ്സ് ഉണ്ട് എന്നർത്ഥം. ഹി ഷുഡ് ബി പണിഷ്ഡ് ഫോർ ലൈൻ. ഇത് പാസീവ് വോയിസിലാണ്. ഇതിന്റെ ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത് ദേ ഷുഡ് പണിഷ് ഹിം ഫോർ ലൈങ് എന്നതാണ്. ഷുഡ് പണിഷ് എന്നതിന്റെ പാസീവ് ഫോം ആണ് ഷുഡ് ബി പണിഷ്ഡ്. പാസീവ് ഫോംസ് നമ്മൾ എപ്പോഴും V3 ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അവൻ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം, അതായത് അവരവനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നർത്ഥം. ചെയ്യപ്പെടണം. ഹി ഷുഡ് ബി പ്രോസിക്യൂട്ടഡ്. അവൻ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഹി മസ്റ്റ് ബി പ്രോസിക്യൂട്ടഡ്. അത് ബിയുടെ യൂസസ് ആണ് നമ്മൾ ഇതിനു മുമ്പുള്ള എക്സാമ്പിൾസിലെല്ലാം നോക്കിയത്. ഇനി നമുക്ക് ബീയിങ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ബീയിങ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതും പാസീവ് ഫോംസിലാണ്. അതായത് പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് കണ്ടിന്യൂസിന്റെയും പാസീവ് വെർബ് ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബീയിങ് യൂസ് ചെയ്യുന്നത്. ഈ എക്സാമ്പിൾസ് നോക്കാം. ഞാൻ ഒരു കഥ എഴുതുകയാണ്. അതെങ്ങനെയാ പറയുന്നത്? ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി. ഞാൻ ഒരു കഥ എഴുതുകയാണ്. ആക്റ്റീവ് വോയിസിലുള്ള ഒബ്ജക്റ്റ് എന്തോ അതാണ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആവുന്നത്. ഇവിടെ എന്താ ഞാൻ എഴുതുന്നത്? കഥയാണ് എഴുതുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഇനി നമ്മൾ ആ ഒബ്ജക്റ്റിനെ ഉപയോഗിച്ചാണ് പാസീവ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. എ സ്റ്റോറി
ഈസ് ബീയിങ് റിട്ടൺ ബൈ മീ. ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി എന്നതിന്റെ പാസീവ് ഫോം ആണിത്. എ സ്റ്റോറി ഈസ് ബീയിങ് റിട്ടൺ ബൈ മീ. ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി എന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ പാസീവ് ഫോം നമ്മൾ ഉണ്ടാക്കുന്നത് ഈസ്, ആം, ആർ അതിലേതെങ്കിലും ഒന്ന് പ്ലസ് ബീയിങ് പ്ലസ് V3 ആണ്. എ സ്റ്റോറി ഈസ് ബീയിങ് റിട്ടൺ ബൈ മീ. ആ സ്ട്രക്ചർ ഓർത്ത് വയ്ക്കുക. ഈസ് ബീയിങ് റിട്ടൺ ബൈ മീ. ഈസിന് ശേഷം ബീയിങ് വന്നു, പിന്നെ വന്നത് വെർബ് ഏതോ അതിന്റെ V3 ആണ്. അവൾ ഡിന്നർ പാചകം ചെയ്യുകയായിരുന്നു. അവൾ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു എന്നർത്ഥം. ആയിരുന്നു. ഷീ വാസ് കുക്കിംഗ് ഡിന്നർ. അവൾ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. ഇതിന്റെ പാസീവ് ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇവിടുത്തെ ഒബ്ജക്റ്റ് ഡിന്നർ ആണ്. അപ്പോൾ ഡിന്നർ ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് വോയിസിലുള്ള സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഡിന്നർ വാസ് കുക്കിങ്ങിന്റെ പാസീവ് ഫോം എന്താണ്? വാസ് ബീയിങ് കുക്ക്ഡ്. ഡിന്നർ വാസ് ബീയിങ് കുക്ക്ഡ് ബൈ ഹെർ. ഡിന്നർ വാസ് ബീയിങ് കുക്ക്ഡ് ബൈ ഹെർ. ഭക്ഷണം അവളാൽ പാചകം ചെയ്യപ്പെടുകയായിരുന്നു. അതാണ് ഇതിനർത്ഥം. നമ്മൾ മലയാളത്തിൽ പാസീവ് കൺസ്ട്രക്ഷൻസ് പൊതുവെ അങ്ങനെ യൂസ് ചെയ്യില്ല. ഇംഗ്ലീഷിൽ എന്തുകൊണ്ടോ പാസീവ് ഫോംസ് വളരെ കോമൺ ആയി യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബീയിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രധാനമായും പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് കണ്ടിന്യൂസിന്റെയും പാസീവ് വേർബ് ഫോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ബീയിങ്ങിന് മറ്റൊരു യൂസ് കൂടിയുണ്ട്. അതിനെ നമുക്ക് രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് രണ്ട് സെന്റൻസിന്റെയും സബ്ജക്റ്റ് ഒരേ വ്യക്തി തന്നെയായിരിക്കണം. അതുപോലെ തന്നെ അതിൽ ആദ്യത്തെ സെന്റൻസിൽ ഈസ്, ആം, ആർ, വാസ്, വേർ ഇതിലേതെങ്കിലും ഒരു വെർബ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ബീയിങ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. ഈ സെന്റൻസ് നോക്കൂ. അവൾ ആയിരുന്നു ഒരേ ഒരു അപേക്ഷക. ആകെയുള്ള ഒരു ആപ്ലിക്കന്റ് അവളായിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. അതെങ്ങനെയാണ് പറയുന്നത്? ഷീ വാസ് ദ ഓൺലി ആപ്ലിക്കന്റ്. അവളായിരുന്നു ഒരേ ഒരു അപേക്ഷക. അതുകൊണ്ട് അവൾക്ക് ജോലി ലഭിച്ചു. അതുകൊണ്ടാണ് അവൾക്ക് ജോലി കിട്ടിയത്. ആകെ ഒരാളെ അപേക്ഷിച്ചിട്ടുള്ളൂ എങ്കിൽ അവർക്ക് ജോലി കിട്ടും. ഷീ ഗോട്ട് ദ ജോബ്. അതുകൊണ്ട് അവൾക്ക് ജോലി ലഭിച്ചു. അതുകൊണ്ട് എന്നിവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് എന്നതിന് സോ എന്ന് ഉപയോഗിക്കണം. അത് ഞാൻ എഴുതിയിട്ടില്ല. രണ്ട് സെന്റൻസിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഷീ വാസ് ദ ഓൺലി ആപ്ലിക്കൻറ്റ്. ഷീ ഗോട്ട് ദ ജോബ്. നമുക്കിതിനെ കണക്ട് ചെയ്യാം. ഷീ വാസിന് പകരം നമുക്ക് ബീയിങ് യൂസ് ചെയ്യാം. രണ്ട് സെന്റൻസിന്റെയും സബ്ജക്റ്റ് ഒന്ന് തന്നെ ആയിരിക്കണം. ഇതിൽ ആദ്യത്തെ സെന്റൻസിൽ ഈസ്, ആം, ആർ, വാസ്, വേർ ഇതിലേതെങ്കിലും ഒരു വെർബ് ഉണ്ടായിരിക്കണം. ഷീ വാസ് ദ ഓൺലി ആപ്ലിക്കന്റ്. അവളായിരുന്നു ഒരേ ഒരു അപേക്ഷക. ഷീ വാസിന് പകരം നമുക്ക് ബീയിങ് എഴുതാം. ബീയിങ് ദ ഓൺലി ആപ്ലിക്കന്റ് ഷീ ഗോട്ട് ദ ജോബ്. ഇപ്പൊ നമ്മൾ ഈ സെന്റൻസിനെ കണക്ട് ചെയ്തു. ബീയിങ് ദ ഓൺലി ആപ്ലിക്കന്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു അപേക്ഷക ആയിരുന്നതിനാൽ അവൾക്ക് ജോലി കിട്ടി എന്നർത്ഥം. ബീയിങ് ദ ഓൺലി ആപ്ലിക്കൻറ്റ് ഷീ ഗോട്ട് ദ ജോബ്. ഇത് പൊതുവെ സംസാരിക്കുമ്പോൾ നമ്മളങ്ങനെ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ അല്ല, പക്ഷെ എഴുതുന്ന സമയത്ത് കോമൺ ആയി യൂസ് ചെയ്യാറുണ്ട്. ഷീ വാസിന് പകരമാണ് ഇവിടെ ബീയിങ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കാം. എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. ഐ വാസ് ടയേർഡ്. ക്ഷീണം ഉണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് നമ്മൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബാണ് യൂസ് ചെയ്തത്. ഐ വാസ് ടയേർഡ്. അതുകൊണ്ട് ഞാൻ വേഗം ഉറങ്ങാൻ പോയി. ഐ വെന്റ് ടു ബെഡ് ഏർലി. ഞാൻ നേരത്തെ തന്നെ ഉറങ്ങാൻ പോയി. ഐ വാസ് ടയേർഡ്. ഐ വെന്റ് ടു ബെഡ് ഏർലി. ഞാൻ നേരത്തെ ഉറങ്ങാൻ പോയി. നമുക്ക് ഈ ഐ വാസിന് പകരം ബീയിങ് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക? ബീയിങ് ടയേർഡ് ഐ വെന്റ് ടു ബെഡ് ഏർലി. ക്ഷീണം ഉണ്ടായിരുന്നതിനാൽ ഞാൻ വേഗം കിടക്കാൻ പോയി. ബീയിങ് ടയേർഡ് ഐ വാസിന് പകരമാണ് നമ്മളിവിടെ ബീയിങ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്കി ചേഞ്ചസ് ഒന്നുമില്ല ഈ സെന്റൻസിൽ. ആദ്യം നമ്മൾ എഴുതിയത് രണ്ട് സെന്റൻസ് ആയിരുന്നു. ഐ വാസ് ടയേർഡ് ഒരു സെന്റൻസ്, ഐ വെന്റ് ടു ബെഡ് ഏർലി വേറെ സെന്റൻസ്. ബീയിങ് ഉപയോഗിക്കുമ്പോൾ പിന്നെ നമ്മളതിനെ കണക്ട് ചെയ്യുന്നു. ഇടയിൽ ഫുൾ സ്റ്റോപ്പ് ഇല്ല. ബീയിങ് ടയേർഡ് ഐ വെന്റ് ടു ബെഡ് ഏർലി. ഞാൻ നേരത്തെ തന്നെ കിടക്കാൻ പോയി. അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാ പറയുന്നത്? ഹി വാസ് സ്ലീപ്പി. അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവന് ക്ലാസ്സിലോ ജോലിയിലോ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഹി കുഡ് നോട്ട് കോൺസെൻട്രേറ്റ്. ഹി കുഡ് നോട്ട് ഫോക്കസ്. അങ്ങനെയും നമുക്ക് പറയാം. ഹി വാസ് സ്ലീപ്പി. ഹി കുഡ് നോട്ട് കോൺസെൻട്രേറ്റ്. ഇതെങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക ബീയിങ് ഉപയോഗിച്ച്? ഹി വാസിന് പകരം നമുക്ക് ബീയിങ് ഉപയോഗിച്ചാൽ മാത്രം മതി. ബീയിങ് സ്ലീപ്പി ഹി കുഡ് നോട്ട് കോൺസെൻട്രേറ്റ്. ഉറക്കം വരുന്നതിനാൽ അവന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ബീയിങ് സ്ലീപ്പി ഹി കുഡ് നോട്ട് കോൺസെൻട്രേറ്റ്. ഇത് എഴുതുമ്പോൾ ബീയിങ് സ്ലീപ്പി അതിനുശേഷം നമ്മളൊരു കോമ യൂസ് ചെയ്യും കേട്ടോ. അവൾക്ക് ജോലിയില്ല. അവൾക്ക് ജോലിയില്ല എന്ന് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഷീ ഡസൻ ഹാവ് എ ജോബ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? അവൾ തൊഴിൽ രഹിതയാണ് എന്നർത്ഥത്തിൽ ഷീ ഈസ് അൺഎംപ്ലോയിഡ് എന്നോ ഷീ ഈസ് ജോബ്ലെസ് എന്നോ നമുക്ക് പറയാം. ഷീ ഡസൻ ഹാവ് എ ജോബ് എന്നാണ് പറയുന്നതെങ്കിൽ നമുക്കിതിനെ ബീയിങ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഷീ ഡസൻ ഹാവ് എ ജോബ് എന്നതിൽ ബിയുടെ ഫോംസ് ആയ ഈസ്, ആം, ആർ, വാസ്, വേർ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഷീ ഈസ് ജോബ്ലെസ് അല്ലെങ്കിൽ ഷീ ഈസ് അൺഎംപ്ലോയിഡ് എന്നാണ് പറയുന്നതെങ്കിൽ അതിനകത്ത് ഈസ് വരുന്നുണ്ട്. അത് ബിയുടെ ഒരു ഫോമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ അധികം പണവുമില്ല. അധികം പണമില്ല എന്നെങ്ങനെ പറയും? അവളുടെ കയ്യിൽ അധികം പണമില്ല. ഷീ ഡസൻ ഹാവ് മച്ച് മണി.
ഷീ ഈസ് അൺഎംപ്ലോയിഡ്. ഷീ ഡസൻറ്റ് ഹാവ് മച്ച് മണി. അവളുടെ കയ്യിൽ പണം ഉണ്ട് എന്നതിന് ഷീ ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് മണി എന്ന് നമുക്ക് പറയാം. ഇല്ല എന്നതിന് നമുക്ക് ഷീ ഹാസൻ ഗോട്ട് മച്ച് മണി എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ ഡസൻറ്റ് ഹാവ് മച്ച് മണി എന്ന് പറയാം. ഇതിന്റെ ഗ്രാമർ ഇതിന് മുന്നുള്ള ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്, അത് ഞാനിപ്പോൾ ഇവിടെ വീണ്ടും പറയുന്നില്ല. ഷീ ഈസ് അൺഎംപ്ലോയിഡ് എന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? ബീയിങ് അൺഎംപ്ലോയിഡ്. ഷീ ഡസൻറ്റ് ഹാവ് മച്ച് മണി. അങ്ങനെ നമുക്കിതിനെ കമ്പൈൻ ചെയ്യാം. ബീയിങ് അൺഎംപ്ലോയിഡ്, ഷീ ഡസൻറ്റ് ഹാവ് മച്ച് മണി. ഐ വാസ് നോട്ട് ഏബിൾ ടു സ്പീക്ക് ദ ലോക്കൽ ലാംഗ്വേജ്. എനിക്ക് ലോക്കൽ ഭാഷ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഐ വാസ് നോട്ട് ഏബിൾ ടു. ഐ ഹാഡ് ട്രബിൾ കമ്മ്യൂണിക്കേറ്റിംഗ്. അതുകൊണ്ട് തന്നെ എനിക്ക് ലോക്കൽ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി. നമുക്കിതിനെ ബീയിങ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം. നമ്മളിവിടെ പറയുന്നത് ഐ വാസ് നോട്ട് ഏബിൾ ടു എന്നാണ്, ഐ വാസ് ഏബിൾ ടു എന്നല്ല. അതായത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു നെഗറ്റീവ് വെർബാണ്. വാസിന് പകരം നമ്മൾ ഉപയോഗിച്ചത് വാസ് നോട്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ ബീയിങ് മാത്രം പോരാ, നമുക്ക് എന്ത് ഉപയോഗിക്കണം? നോട്ട് ബീയിങ് എന്ന് ഉപയോഗിക്കണം. അപ്പൊ നമ്മളിത് ഇങ്ങനെ കണക്ട് ചെയ്യാം. നോട്ട് ബീയിങ് ഏബിൾ ടു സ്പീക്ക് ദ ലോക്കൽ ലാംഗ്വേജ്, ഐ ഹാഡ് ട്രബിൾ കമ്മ്യൂണിക്കേറ്റിംഗ്. ഐ വാസ് നോട്ടിനെ മാറ്റി നമ്മൾ നോട്ട് ബീയിങ് എന്ന് ഉപയോഗിച്ചു. വേറെ ചേഞ്ച് ഒന്നും നമ്മൾ വരുത്തുന്നില്ല. ഐ വാസ് നോട്ട് എന്നതിന് പകരം നോട്ട് ബീയിങ് എന്ന് ഉപയോഗിച്ചു. നോട്ട് ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ബീൻ എന്ന വെർബ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ബി എന്ന വെർബിന്റെ V3 ആണ് ബീൻ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈസ്, ആം, ആർ ഈ മൂന്ന് വെർബ്സിന്റെയും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോമായി നമുക്ക് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വാസിന്റെയും വേറിന്റെയും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോമാണ് ഹാഡ് ബീൻ. ഇങ്ങനെ പെർഫെക്റ്റ് ടെൻസസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 യൂസ് ചെയ്യും. അപ്പൊ ഈസ് എന്ന് പറയുന്ന വെർബ് ഈസ് ബിയുടെ ഒരു ഫോമാണ്. അതിന്റെ V3 ആയിട്ടാണ് നമ്മൾ ബീൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ബി എന്ന വെർബിന്റെ V3 ആയിട്ടാണ് ബീൻ യൂസ് ചെയ്യുന്നത്. ഈ സെന്റൻസസ് നോക്കൂ. അവന് സുഖമില്ല. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഹി ഈസ് ഇൽ അല്ലെങ്കിൽ ഹി ഈസ് സിക്ക്. അവന് 2 ആഴ്ചയായി സുഖമില്ല. ഇപ്പൊ നമ്മളൊരു ഡ്യൂറേഷൻ പറയുന്നുണ്ട്. 2 ആഴ്ചയായി അവന് സുഖമില്ല എന്നാണ് നമുക്ക് പറയുന്നത്. അതിന് നമുക്ക് ഹി ഈസ് ഇൽ ഫോർ 2 വീക്സ് എന്ന് പറഞ്ഞാൽ പോരാ. ഇങ്ങനെ സമയം പറയുമ്പോൾ എപ്പോൾ മുതലാണ് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എത്ര നേരമായി അത് തുടരുന്നു എന്ന് പറയാൻ നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ടെൻസസ് ആണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക. പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ആവാം, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവും. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥിതി, ഒരു അവസ്ഥ കണ്ടിന്യൂ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. അസുഖം ഉണ്ട് എന്നത് ഒരു ആക്ഷൻ അല്ല, അതൊരു അവസ്ഥയാണ്, ഒരു സ്റ്റേറ്റ് ആണ്, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഈസ് എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ആണ് ഹാസ് ബീൻ. അത് ഓർത്തിരിക്കുക. ആർ എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ആണ് ഹാവ് ബീൻ. വാസിന്റെയും വേറിന്റെയും പാസ്റ്റ് പെർഫെക്റ്റ് ഫോംസ് ആണ് ഹാഡ് ബീൻ. അപ്പൊ അവന് 2 ആഴ്ചയായി സുഖമില്ല എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഹി ഹാസ് ബീൻ ഇൽ ഫോർ 2 വീക്സ്. ഇവിടെ ഈസിന് പകരം നമ്മൾ അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ഫോമായ ഹാസ് ബീൻ ഉപയോഗിച്ചു. വേറെ വ്യത്യാസമൊന്നുമില്ല. 2 ആഴ്ച എന്നൊരു എക്സ്പ്രഷൻ അവിടെ വന്നതുകൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഹീസ് ഇൽ എന്ന് പറയുമ്പോൾ അവന് സുഖമില്ല എന്ന് മാത്രമാണ് അർത്ഥം. 2 ആഴ്ചയായി സുഖമില്ല എന്ന് പറയാൻ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് തന്നെ വേണം. ഹി ഹാസ് ബീൻ ഇൽ ഫോർ 2 വീക്സ്. ഇത് ബീനിന്റെ ഒരു യൂസ് ആണ്. അവർ വിവാഹിതരാണ്. ദേ ആർ മാരീഡ്. അവർ 6 വർഷമായി വിവാഹിതരാണ്, അല്ലെങ്കിൽ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. അപ്പൊ നമ്മളിവിടെ സമയം പറയുന്നുണ്ട്. 6 വർഷം മുമ്പാണ് അവരുടെ വിവാഹം കഴിഞ്ഞ്, ഇപ്പൊ ഈ സമയം വരെയും അവർ വിവാഹിതനാണ്. അതെങ്ങനെയാ പറയുന്നത്? അതിന് ദേ ആർ മാരീഡ് എന്ന് പറഞ്ഞാൽ പോരാ, നമുക്ക് ആർ എന്നതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ഫോമായ ഹാവ് ബീൻ അവിടെ യൂസ് ചെയ്യണം. ദേ ഹാവ് ബീൻ മാരീഡ് ഫോർ 6 months. ആർ എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാവ് ബീൻ, വേറെ വ്യത്യാസമൊന്നുമില്ല. പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് കണ്ടിന്യൂസിന്റെയും പാസീവ് വെർബ് ഫോംസ് ഉണ്ടാക്കാൻ ബീയിങ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വെർബ് ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ബീൻ യൂസ് ചെയ്യും. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3 ആണ്. അതിന്റെ പാസീവ് ഫോം എന്ന് പറയുന്നത് ഹാവ് ബീൻ പ്ലസ് V3 ആണ്, അല്ലെങ്കിൽ ഹാസ് ബീൻ പ്ലസ് V3 ആണ്. ഐ ഹാവ് ഫിനിഷ്ഡ് ദ ജോബ്. ഇതൊരു ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്. നമ്മൾ ഇതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ആ ഒബ്ജക്റ്റ്, ആക്റ്റീവ് വോയിസിലുള്ളതിന്റെ ഒബ്ജക്റ്റ് ദ ജോബ്, അത് ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ദ ജോബ് ഹാസ് ബീൻ ഫിനിഷ്ഡ് ബൈ മീ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഹാസ് ആണ്, ഹാവ് അല്ല. കാരണം ആദ്യത്തെ സെന്റൻസിൽ, ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസിൽ സബ്ജക്റ്റ് ഐ ആയിരുന്നു. ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഹാവ് ആണ്. പാസീവ് വോയിസിലുള്ള സെന്റൻസിന്റെ സബ്ജക്റ്റ് ദ ജോബ് ആണ്. അതൊരു സിംഗുലർ നൗൺ ആണ്. അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുക ഹാസ് ആണ്. അപ്പോൾ ആക്റ്റീവ് വോയിസിലുള്ള അതേ ഓക്സിലറി പാസീവ് വോയിസിൽ യൂസ് ചെയ്യരുത്.
പാസീവ് വോയിസിലുള്ളതിൻ്റെ സബ്ജക്റ്റ് ഏതോ അതിനനുസരിച്ച് ഒരു ഓക്സിലറി വെർബ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. ദ ജോബ് ഹാസ് ബീൻ ഫിനിഷ്ഡ് ബൈ മീ. ഹാവ് ഫിനിഷ്ഡ് എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ഹാസ് ബീൻ ഫിനിഷ്ഡ് അല്ലെങ്കിൽ ഹാവ് ബീൻ ഫിനിഷ്ഡ്. സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കും. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെയും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെയും പാസീവ് വെർബ് ഫോംസ് ഉണ്ടാക്കാൻ നമ്മൾ ബീന് യൂസ് ചെയ്യും. ഐ ഹാവ് സെൻഡ് ദ റിപ്പോർട്ട്. റിപ്പോർട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. പാസീവ് വോയിസിലേക്ക് എങ്ങനെ മാറ്റും? ദ റിപ്പോർട്ട് ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ്. അപ്പോൾ അതാണ് പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആയിട്ട് വരിക. ദ റിപ്പോർട്ട് ഹാസ് ബീൻ സെൻഡ് ബൈ മീ. ഇവിടെയും നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്തത്, കാരണം റിപ്പോർട്ട് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഞാൻ അവളെ വിളിച്ചു, പക്ഷേ അവൾ ഫോൺ എടുത്തില്ല. ഞാൻ അവളെ വിളിച്ചു, ഐ കോൾഡ് ഹർ. പക്ഷേ ബട്ട് അവൾ ഫോൺ എടുത്തില്ല. ഒരു കാര്യം അവൾ ചെയ്തില്ല എന്നാണ് പറയേണ്ടത്. ബട്ട് ഷീ ഡിഡിൻ ആൻസർ ദ കോൾ, അല്ലെങ്കിൽ ബട്ട് ഷീ ഡിഡിൻ പിക്കപ്പ് ദ ഫോൺ. ഐ കോൾഡ് ഹെർ ബട്ട് ഷീ ഡിഡിൻ പിക്കപ്പ് ദ ഫോൺ. അവൾ ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കുക എന്നതിനാണ് പിക്കപ്പ് ദ ഫോൺ എന്ന് പറയുന്നത്. എടുത്തില്ല അതിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഡിഡിൻ പിക്കപ്പ് ദ ഫോൺ. അപ്പം കേൾക്കുന്നയാൾ പറയുന്നത് അവൾ ഉറങ്ങുകയായിരുന്നിരിക്കാം. ഇത് പാസ്റ്റിലുള്ളൊരു കാര്യമാണ്. ഞാൻ അവളെ വിളിച്ചത് നേരത്തെ എപ്പോഴോ ആണ്. ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോൾ വിളിക്കുന്നു എന്നല്ല പറഞ്ഞത്, ഞാൻ വിളിച്ചു എന്നാണ് പറയുന്നത്. പാസ്റ്റിലാണ് സംഭവിച്ചത്. ആ സമയത്ത് അവൾ ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ കേൾക്കുന്നയാൾ പറയുകയാണ് ഞാൻ ആ വിളിച്ച സമയത്ത് അവൾ ഉറങ്ങുകയായിരുന്നിരിക്കണം. അപ്പോൾ അവൾ ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ അവൾ ഉറങ്ങുകയാണെന്നല്ല പറയുന്നത്, അപ്പോൾ ഉറങ്ങുകയായിരുന്നിരിക്കാം. അതെങ്ങനെയാ പറയുന്നത്? ഷീ മേ ബി അസ്ലീപ്പ് എന്നല്ല നമ്മൾ പറയുക, ഷീ മേ ഹാവ് ബീൻ അസ്ലീപ്പ് എന്നാണ് പറയുന്നത്. ഷീ മേ ബി അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൾ ഇപ്പോൾ ഉറങ്ങുകയായിരിക്കാം എന്നാണ്. ഷീ മേ ഹാവ് ബീൻ അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൾ പാസ്റ്റിൽ എപ്പോഴോ ഉറങ്ങുകയായിരുന്നിരിക്കാം എന്നാണ്. ഞങ്ങൾ അടുത്ത ആഴ്ച ഗോവയിൽ പോകുന്നുണ്ട്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, പക്ഷെ അറേഞ്ച്മെന്റ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. വി ആർ ഗോയിങ് ടു ഗോവ നെക്സ്റ്റ് വീക്ക്. ഞങ്ങൾ അടുത്തയാഴ്ച ഗോവയിൽ പോകുന്നുണ്ട്. വി ആർ ഗോയിങ് ടു ഗോവ നെക്സ്റ്റ് വീക്ക്. നിങ്ങൾക്ക് ധാരാളം എൻജോയ്മെന്റ് ഉണ്ടാവും എന്നാണ് കേൾക്കുന്നയാൾ പറയുന്നത്. അപ്പോൾ അവരത് എങ്ങനെയാണ് പറയുന്നത്? ദാറ്റ് മസ്റ്റ് ബി നൈസ് അല്ലെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ഫൺ എന്ന് പറയും. അങ്ങനെ ആയിരിക്കും. അവരൊരു അസ്യൂം ചെയ്ത് പറയുകയാണ്. അവർക്ക് ഒരു ടൂറ് പോകുമ്പോൾ നമുക്കത് എൻജോയബിൾ ആയിരിക്കും എന്ന അർത്ഥത്തിലാണ് അവർ പറയുന്നത് ദാറ്റ് മസ്റ്റ് ബി ഫൺ. നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ദാറ്റ് മസ്റ്റ് ബി ഫൺ എന്നാണ്, അല്ലെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി നൈസ് എന്നാണ്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഗോവയിൽ പോയിരുന്നു. ഞങ്ങൾ പോയി. കഴിഞ്ഞ ആഴ്ച ഗോവയിൽ പോയിരുന്നു എന്ന് എങ്ങനെയാണ് പറയുന്നത്? വി വെന്റ് ടു ഗോവ ലാസ്റ്റ് വീക്ക്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഗോവയിൽ പോയിരുന്നു. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ കേട്ടയാൾ എന്താ പറയുന്നത്? നല്ല രസം ഉണ്ടായിരുന്നിരിക്കും. സംഭവിച്ചു പോയൊരു കാര്യത്തിനെ കുറിച്ച് അയാൾ ഊഹിച്ച് പറയുകയാണ്. നിങ്ങളുടെ ഗോവ ട്രിപ്പ് നിങ്ങൾക്ക് നല്ല എൻജോയബിൾ ആയിരുന്നിരിക്കാം അല്ലേ? അതാണ് അയാൾക്ക് പറയേണ്ടത്. അതെങ്ങനെയാണ് അയാൾ പറയുന്നത്? ദാറ്റ് മസ്റ്റ് ബി ഫൺ എന്നല്ല പറയുന്നത്, ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഫൺ അല്ലെങ്കിൽ ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ നൈസ്. നല്ല രസം ഉണ്ടായിരുന്നിരിക്കാം അല്ലേ? രസം ഉണ്ടായിരിക്കും എന്നല്ല, ഉണ്ടായിരുന്നിരിക്കാം. പാസ്റ്റിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് പറയാനാണ് ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഫൺ എന്ന് പറയുന്നത്. ദാറ്റ് മസ്റ്റ് ബി ഫൺ എന്ന് പറയുമ്പോൾ പ്രസൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഫൺ എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. അവൻ ഒരു ദേശദ്രോഹിയാണ്. ദേശദ്രോഹി, ട്രൈറ്റർ. ഹീ ഈസ് എ ട്രൈറ്റർ. അവൻ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം. അവനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് എങ്ങനെയാ പറയുക? ദേ ഷുഡ് പ്രോസിക്യൂട്ട് ഹിം അല്ലെങ്കിൽ വി ഷുഡ് പ്രോസിക്യൂട്ട് ഹിം. അതിൻ്റെ പാസീവ് ഫോം എന്താണ്? ഷുഡ് പ്രോസിക്യൂട്ടിൻ്റെ പാസീവ് ഫോം ആണ് ഷുഡ് ബി പ്രോസിക്യൂട്ടഡ്. ഹി ഷുഡ് ബി പ്രോസിക്യൂട്ടഡ് അല്ലെങ്കിൽ ഹി മസ്റ്റ് ബി പ്രോസിക്യൂട്ടഡ്. അവനൊരു ദേശദ്രോഹി ആയിരുന്നു, രാജ്യദ്രോഹി ആയിരുന്നു. ഹി വാസ് എ ട്രൈറ്റർ. അവൻ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണമായിരുന്നു. അവനെ പ്രോസിക്യൂട്ട് ചെയ്തില്ല, പക്ഷെ നമ്മൾ പറയുന്നത് അവനെ ചെയ്യപ്പെടണമായിരുന്നു എന്നാണ്. ഹി മസ്റ്റ് ബി പ്രോസിക്യൂട്ടഡ് എന്നല്ല നമ്മളിവിടെ ഉപയോഗിക്കുക. അതിന് പകരം എന്താ ഉപയോഗിക്കുക? ഹി മസ്റ്റ് ഹാവ് ബീൻ പ്രോസിക്യൂട്ടഡ്. അവൻ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണമായിരുന്നു. ഹി മസ്റ്റ് ഹാവ് ബീൻ പ്രോസിക്യൂട്ടഡ്. ബിയും ബീനും ഉപയോഗിക്കുന്നതിലുള്ള ഡിഫറൻസ് വ്യക്തമാക്കുന്ന എക്സാമ്പിൾസ് ആണിത്. മസ്റ്റ് ഹാവ് ബീൻ എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. പാസ്റ്റിൽ ഒരു കാര്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, സംഭവിക്കേണ്ടതായിരുന്നു, ഇതെല്ലാം പറയാനാണ് നമ്മൾ മസ്റ്റ് ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത്. മസ്റ്റ് ബി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പ്രസന്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു കാര്യം അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഹി മസ്റ്റ് ഹാവ് ബീൻ പ്രോസിക്യൂട്ടഡ്. ഞങ്ങൾ ഹൈവേക്ക് സമീപം ആണ് താമസിക്കുന്നത്. അതെങ്ങനെയാ പറയുന്നത്? വി ലിവ് നിയർ ദ ഹൈവേ. ഞങ്ങൾ ഹൈവേക്ക് സമീപമാണ് താമസിക്കുന്നത്. അപ്പോൾ കേൾക്കുന്നയാൾ പറയുകയാണ് നല്ല ബഹളം ഉണ്ടായിരിക്കും അല്ലേ എന്ന്. ഹൈവേയുടെ അടുത്താവുമ്പോൾ നോയ്സ് ഒരുപാട് കൂടുതലുണ്ടായിരിക്കും.
അപ്പോൾ അവരതെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ് മസ്റ്റ് ബി വെരി നോയ്സി. നല്ല ബഹളം ഉണ്ടായിരിക്കും. ഞങ്ങൾ ഹൈവേക്ക് സമീപമാണ് താമസിച്ചിരുന്നത്. ഇപ്പം അല്ല, പക്ഷെ ഞങ്ങൾ നേരത്തെ അവിടെയായിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. പാസ്റ്റിലുള്ള ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം. വി യൂസ് ടു ലീവ് നിയർ ദ ഹൈവേ. അങ്ങനെയാണ് പറയുന്നത്. ഞങ്ങൾ ഹൈവേക്ക് സമീപമാണ് ജീവിച്ചിരുന്നത്, താമസിച്ചിരുന്നത്. വി യൂസ് ടു ലീവ് നിയർ ദ ഹൈവേ. അപ്പോൾ കേൾക്കുന്നയാൾ എന്താ പറയുന്നത്? നല്ല ബഹളം ഉണ്ടായിരുന്നിരിക്കണം അല്ലെ? ഇപ്പൊ ബഹളം ഉണ്ടെന്നല്ല പറയുന്നത്. പണ്ട് അവിടെ ഹൈവേയുടെ സമീപത്ത് താമസിച്ചിരുന്ന സമയത്ത് അത് വളരെ നോയ്സി ആയിരുന്നിരിക്കില്ലേ? അതാണ് അയാൾക്ക് അറിയേണ്ടത്. അതിനെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ് മസ്റ്റ് ബി നോയ്സി എന്നല്ല പറയുന്നത്. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ നോയ്സി. നല്ല ബഹളം ഉണ്ടായിരുന്നിരിക്കണം. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ വെരി നോയ്സി. നല്ല ബഹളം ഉണ്ടായിരുന്നിരിക്കണം. കുഞ്ഞ് രാത്രി മുഴുവൻ കരയുന്നുണ്ടായിരുന്നു. കുട്ടി രാത്രി മുഴുവൻ കരയുകയായിരുന്നു എന്നാണ് പറയേണ്ടത്. ദ ബേബി ക്രൈഡ് ത്രൂ ഔട്ട് ദ നൈറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ ബേബി കെപ്റ്റ് ക്രൈങ് ത്രൂ ഔട്ട് ദ നൈറ്റ് എന്ന് പറയാം. കരഞ്ഞുകൊണ്ടേയിരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ കെപ്റ്റ് ക്രൈങ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ കീപ്പ് എന്ന വെർബ് ഇങ്ങനെ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒന്നാണ്. ദ ബേബി കെപ്റ്റ് ക്രൈങ് ത്രൂ ഔട്ട് ദ നൈറ്റ്. കുഞ്ഞ് രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ കേൾക്കുന്നയാൾ എന്താ പറയുന്നത്? അവന് വിശക്കുന്നുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അവന് തണുക്കുന്നുണ്ടായിരുന്നിരിക്കാം, അതും അല്ലെങ്കിൽ അവന് എന്തെങ്കിലും വേദന ഉണ്ടായിരുന്നിരിക്കാം. പാസ്റ്റിലുള്ള കാര്യമാണ് കേട്ടോ. കുട്ടി രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം കരയുന്നുണ്ട് എന്നല്ല, കഴിഞ്ഞുപോയ കാര്യമാണ്. അവന് വിശക്കുന്നുണ്ടായിരുന്നിരിക്കാം എന്നെങ്ങനെയാണ് പറയുന്നത്? ഹി മസ്റ്റ് ഹാവ് ബീൻ ഹംഗ്രി. അല്ലെങ്കിൽ അവന് തണുക്കുന്നുണ്ടായിരിക്കാം എന്ന് പറയുന്നത് എങ്ങനെയാ? ഹി മസ്റ്റ് ഹാവ് ബീൻ കോൾഡ്. അവൻ എന്തെങ്കിലും വേദന ഉണ്ടായിരിക്കാം എന്നെങ്ങനെയാണ് പറയുന്നത്? ഹി മസ്റ്റ് ഹാവ് ബീൻ ഇൻ പെയിൻ. അവിടെ നമ്മൾ പ്രിപ്പോസിഷൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഹി മസ്റ്റ് ഹാവ് ബീൻ ഇൻ പെയിൻ. കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെ കുറിച്ച് ഊഹിച്ച് പറയുകയാണ്. അതുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ മസ്റ്റ് ഹാവ് ബീൻ പോലുള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു ആക്സിഡന്റ് ആയിരിക്കാം. ഇറ്റ് കുഡ് ബി എൻ ആക്സിഡന്റ്, അല്ലെങ്കിൽ ഇറ്റ് മേ ബി എൻ ആക്സിഡന്റ്. ആയിരിക്കാം, ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. കുഞ്ഞു കരയുന്നു. ഇപ്പൊ കുട്ടി കരയുന്നുണ്ട്. ദ ബേബി ഈസ് ക്രൈങ്. അവൾക്ക് വിശക്കുന്നുണ്ടാവും. അപ്പോൾ ആ കരയുന്നതിൻ്റെ കാരണമായി നമ്മൾ പറയുന്നത് ഇപ്പോൾ വിശക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് പറയുന്നത്? ഷീ മസ്റ്റ് ബി ഹംഗ്രി. അവൾക്ക് വിശക്കുന്നുണ്ടായിരിക്കും. ദ ബേബി ഈസ് ക്രൈങ്. ഷീ മസ്റ്റ് ബി ഹംഗ്രി. അവൾ നേരത്തെ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ കാരണം പറഞ്ഞത്? ഷീ മസ്റ്റ് ഹാവ് ബീൻ ഹംഗ്രി എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ പറയുന്നത് ഷീ മസ്റ്റ് ബി ഹംഗ്രി എന്നാണ്. എന്തെങ്കിലും ചെയ്യണം. സംതിങ് ഷുഡ് ബി ഡൺ, അല്ലെങ്കിൽ വി ഷുഡ് ഡു സംതിങ്. അതാണ് അതിൻ്റെ ആക്റ്റീവ് ഫോം. അതിൻ്റെ ഷുഡ് ഡു സംതിങ് എന്നതിൻ്റെ പാസീവ് ഫോമാണ് സംതിങ് ഷുഡ് ബി ഡൺ എന്നത്. സംതിങ് ഷുഡ് ബി ഡൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രസന്റിൽ അല്ലെങ്കിൽ ഇനി നിയർ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നാണ്. എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു, പാസ്റ്റിൽ ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാൻ ഷുഡ് ബി ഡൺ എന്നല്ല പറയുന്നത്. ഷുഡ് ഹാവ് ബീൻ ഡൺ എന്നാണ് പറയുന്നത്. സംതിങ് ഷുഡ് ഹാവ് ബീൻ ഡൺ, അതിൻ്റെ പാസീവ് ഫോമാണിത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.